നമസ്തേ പ്രിയ ഛാത്രാഹ. അപ്പോൾ നമ്മൾ ക്രിസ്മസ് എക്സാമിന് മുന്നേയുള്ള മിഡ് ടൈം എക്സാമൊക്കെ ആവാറായില്ലേ? അപ്പോൾ നമ്മൾ ഇന്നിവിടെ സംസ്കൃതം 8ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ധീരോദൂതഹയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മുടെ പാഠത്തിൻ്റെ പേര് ധീരോദൂതഹ, ധീരനായിട്ടുള്ള ദൂതൻ. നമുക്ക് പാഠം പഠിക്കുമ്പോൾ നോക്കാം ആരാണ് ഈ ധീരനായിട്ടുള്ള ദൂതൻ എന്ന് നമുക്ക് നോക്കാം. സംസ്കൃതോത്സവേഷു ബഹ്വഃ പ്രതിയോഗിതാഃ സന്തി. തത്ര നാടകസ്യ പ്രമുഖം സ്ഥാനമസ്തി. ഭവദ്ഭിः കാനി നാടകാനി ദൃഷ്ടാനി സന്തി? ഭാസസ്യ നാടകാനി പരിചിതാനി വാ? ഭാസഃ, കാളിദാസഃ, ഭവഭൂതിः ഇത്യാദയः പ്രസിദ്ധാः നാടകകാരാः ഭവന്തി. സംസ്കൃത ഉത്സവങ്ങളിൽ ബഹ്വഃ പ്രതിയോഗിതാഃ സന്തി. ധാരാളം പ്രതിയോഗിതാഃ സന്തി, മത്സരങ്ങൾ ഉണ്ട്. അവിടെ എന്തുകൊണ്ടാണ് ബഹ്വഃ എന്ന് വന്നത്? പ്രതിയോഗിതാഃ എന്നുള്ളത് സ്ത്രീലിംഗമായ കാരണം കൊണ്ടാണ് ബഹ്വഃ എന്ന് വന്നത്. അവിടെ പുല്ലിംഗമായിരുന്നെങ്കിൽ ബഹവഃ വരും, നപുംസകലിംഗമാണെങ്കിൽ ബഹൂനി വരും. തത്ര നാടകസ്യ പ്രമുഖം സ്ഥാനമസ്തി. അവിടെ നാടകങ്ങൾക്ക് പ്രമുഖമായിട്ടുള്ള സ്ഥാനം ഉണ്ട്. ഭവദ്ഭിः കാനി നാടകാനി ദൃഷ്ടാനി സന്തി? നിങ്ങൾ എന്തൊക്കെ നാടകങ്ങൾ കണ്ടിട്ടുണ്ട്? ഭാസസ്യ നാടകാനി പരിചിതാനി വാ? ഭാസന്റെ നാടകങ്ങൾ പരിചിതമാണോ? ഭാസഃ, കാളിദാസഃ, ഭവഭൂതിः ഇത്യാദയः പ്രസിദ്ധാः നാടകകാരാः ഭവന്തി. ഭാസൻ, കാളിദാസൻ, ഭവഭൂതി മുതലായവരൊക്കെ പ്രസിദ്ധരായിട്ടുള്ള നാടകകാരന്മാർ ആണ്. ആമുഖം. സംസ്കൃത നാടകകാരേഷു പ്രമുഖഃ ഭവതി മഹാകവിഃ ഭാസഃ. സംസ്കൃത നാടകകാരന്മാരിൽ പ്രമുഖരാണ് മഹാകവി ഭാസൻ. BC 5ാം നൂറ്റാണ്ടിൽ ജനിച്ചിട്ടുള്ള ഒരു പ്രശസ്തനായിട്ടുള്ള നാടകകാരനാണ് ഭാസൻ. തേന 13 നാടകാനി വിരചിതാനി സന്തി. അദ്ദേഹത്താൽ 13 നാടകങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. വിരചിതാനി രചിക്കുക. അപ്പോൾ ഭാസൻ 13 നാടകങ്ങൾ രചിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് 13 നാടകങ്ങൾ? സ്വപ്നവാസവദത്തം, പ്രതിജ്ഞായൗഗന്ധരായണം, ഊരുഭംഗം, ദൂതവാക്യം, പഞ്ചരാത്രം, ബാലചരിതം, ദൂതഘടോത്കചം, മധ്യമവ്യായോഗഃ, പ്രതിമാനാടകം, അഭിഷേകനാടകം, അവിമാരകം, ചാരുദത്തം, കർണഭാരം മുതലായവയാണ് ഭാസന്റെ 13 നാടകങ്ങൾ. തേഷു അന്യതമം ഭവതി ദൂതഘടോത്കചം. അവയിൽ ഒരെണ്ണാണ് ദൂതഘടോത്കചം. കൗരവഭവനെ ഘടോത്കചസ്യ ദൂതപ്രസ്തുതിരേവ നാടകസ്യ അസ്യ പ്രതിപാദ്യവിഷയഃ. കൗരവഭവനെ, കൗരവരുടെ ഭവനത്തിൽ, ഘടോത്കചസ്യ ദൂതപ്രസ്തുതിരേവ, ഘടോത്കചന്റെ ദൂതുമായിട്ടുള്ള പറച്ചിലാണ് നാടകസ്യ അസ്യ പ്രതിപാദ്യ വിഷയഃ. ദൂതുമായിട്ട് ഘടോത്കചം പോകുന്നതും അവിടെ ഉണ്ടാകുന്ന സംഭവങ്ങളുമാണ് ഈ നാടകത്തിൻ്റെ പ്രതിപാദ്യ വിഷയം. അസ്മിൻ നാടകേ ഏക ഏവ അംഗഃ വിദ്യത്തെ. ഈ നാടകത്തിൽ ഒരേ ഒരു അംഗമാണ് ഉള്ളത്. അംഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അധ്യായം. ഇതൊരു ഏകാംഗ നാടകമാണ്. 1 ആക്ട് പ്ലേ ആണ് ദൂതഘടോത്കചം. അപ്പോൾ ഇവിടെ ആരാണ് ധീരനായിട്ടുള്ള ദൂതൻ? ഘടോത്കചഃ. മനസ്സിലായോ? അപ്പം നമ്മുടെ കുട്ടികളെല്ലാവരും മഹാഭാരത കഥകളൊക്കെ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഇതാനും പാഠഭാഗം പ്രവേശയാമഃ. മഹാഭാരതയുദ്ധേ അർജുനസ്യ പുത്രഃ അഭിമന്യുഃ കൗരവൈഃ നിർമ്മിതേ പത്മവ്യൂഹേ മാരിതഃ അഭവത്. മഹാഭാരതയുദ്ധത്തിൽ അർജുനസ്യ പുത്രഃ, അർജുനൻ്റെ പുത്രൻ. അർജുനൻ ആരാണ്? പഞ്ചപാണ്ഡവന്മാരിൽ ഒരാളാണ് അർജുനൻ. അപ്പോൾ ബാക്കി ആരൊക്കെയാ? യുധിഷ്ഠിരൻ, ഭീമൻ, നകുലൻ, സഹദേവൻ, അർജുനൻ. ഇവർ 5 പേരാണ് പഞ്ചപാണ്ഡവർ. ഇതിൽ അർജുനൻ്റെ പുത്രനായിട്ടുള്ള അഭിമന്യു കൗരവൈഃ നിർമ്മിതേ പത്മവ്യൂഹേ മാരിതഃ അഭവത്. കൗരവരാൽ നിർമ്മിക്കപ്പെട്ട പത്മവ്യൂഹത്തിൽ മരിച്ചു. ഈ പത്മവ്യൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു യുദ്ധതന്ത്രമായിരുന്നു. അതിൻ്റെ അകത്ത് പ്രവേശിക്കുകയും ഈ അഭിമന്യു അവിടെ വെച്ച് വധിക്കപ്പെടുകയും ചെയ്തു.
പുത്രവിനാശാത് പാർത്ഥഃ ഇതരേ പാണ്ഡവാശ്ച ദുഃഖിതാഃ അഭവത്. പുത്രവിനാശാത് പുത്രവിനാശം കൊണ്ട്, പുത്രൻ മരിച്ച കാരണം കൊണ്ട്, പാർത്ഥഃ അർജുനഃ അർജുനൻ്റെ മറ്റൊരു പേരാണ് പാർത്ഥഃ, ഇതരേ പാണ്ഡവാശ്ച മറ്റു പാണ്ഡവന്മാരും, ദുഃഖിതാഃ അഭവൻ മറ്റു പാണ്ഡവന്മാരും ദുഃഖിതരായി. തദ്ദൃഷ്ട്വാ ശ്രീകൃഷ്ണഃ വനൗകസം ഭീമസേനപുത്രം ഘടോത്കചം ദൂതത്വേന കൗരവഭവനം പ്രേഷയതി സ്മ. തദ്ദൃഷ്ട്വാ ഇവരുടെ ഈ വിഷമം കണ്ടിട്ട്, ശ്രീകൃഷ്ണഃ വനൗകസം ഭീമസേനപുത്രം ശ്രീകൃഷ്ണൻ വനൗകസം വനവാസിയായിട്ടുള്ള ഭീമസേനപുത്രം ഘടോത്കചം ഭീമസേനൻ്റെ പുത്രനായിട്ടുള്ള ഘടോത്കചനെ ദൂതത്വേന കൗരവഭവനം പ്രേഷയതി സ്മ ദൂതുമായിട്ട് കൗരവഭവനത്തിലേക്ക് പ്രേഷയതി അയക്കുക, പ്രേഷയതി സ്മ അയച്ചു. അപ്പോൾ ശ്രീകൃഷ്ണൻ വനവാസിയായിട്ടുള്ള ഭീമസേനപുത്രൻ ഘടോത്കചനെ കൗരവഭവനത്തിലേക്ക് ദൂതുമായിട്ട് അയച്ചു. ഭീമസേനപുത്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീമസേനൻ്റെയും ഹിഡിംബി ഒരു രാക്ഷസിയാണ്, ഹിഡിംബിയുടെയും പുത്രനാണ് ഘടോത്കചൻ. ഭീമസേനൻ്റെയും ഹിഡിംബിയുടെയും പുത്രനാണ് ഘടോത്കചൻ. തത്ര ധൃതരാഷ്ട്രഃ ദുര്യോധനഃ ദുശ്ശാസനഃ ശകുനിഃ ച ആസനസ്ഥാഃ ആസൻ. തത്ര ഇവിടെ കൗരവഭവനത്തിൽ ധൃതരാഷ്ട്രഃ ദുര്യോധനഃ ദുശ്ശാസനഃ ശകുനിഃ ച ആസനസ്ഥാഃ ആസൻ. ധൃതരാഷ്ട്രര്, ദുര്യോധനൻ, ദുശ്ശാസനൻ, ശകുനി മുതലായവർ ഇരിക്കുന്നുണ്ട്, ആസനസ്ഥാഃ ഇരിക്കുന്നുണ്ട്. തതപ്രവിശതി ഘടോത്കചഃ. ഇതാ അവിടെ ആര് പ്രവേശിച്ചു? ഘടോത്കചൻ പ്രവേശിച്ചു. നാടകഭാഗം തുടങ്ങി, ഇനി അവിടെ സംഭാഷണ ഭാഗമാണ്. അപ്പോൾ രംഗത്തേക്ക് ഘടോത്കചൻ പ്രവേശിച്ചു എന്ന് പറയാണ്. ഘടോത്കചഃ അയേ അയമത്ര ഭവാൻ ധൃതരാഷ്ട്രഃ. അയമത്ര ഭവാൻ ധൃതരാഷ്ട്രഃ. ഇതാ അവിടെ ഭവാൻ ധൃതരാഷ്ട്രര്. പിതാമഹ മുത്തശ്ശ. അഭിവാദയേ ഘടോത്ക. അഭിവാദനം ചെയ്യുന്നു ഘടോത്ക എന്ന് പറഞ്ഞിട്ട്, ഘടോത്കചൻ എന്ന് മൊത്തം പറയുന്നില്ല, ഘടോത്ക എന്ന് പറഞ്ഞിട്ട് നിർത്താണ്. നാനാ യുധിഷ്ഠിരാദയശ്ച മേ ഗുരവോ ഭവന്തം അഭിവാദയന്തി. അല്ല യുധിഷ്ഠിരൻ മുതലായ എൻ്റെ ഗുരുക്കന്മാര് ഭവന്തം അഭിവാദയതി നിങ്ങളെന്നെ അഭിവാദനം ചെയ്യുന്നു. പശ്ചാത് ഘടോത്കചോ അഹം അഭിവാദയേ. ശേഷം ഘടോത്കചോ അഹം ഘടോത്കചനായ ഞാൻ അഭിവാദനം ചെയ്യുന്നു. അപ്പം ധൃതരാഷ്ട്ര പറയാണ്, ഏഹി പുത്ര ഏഹി, വരൂ പുത്ര വരൂ, ഏഹി വരൂ, ഏഹി പുത്ര ഏഹി പറഞ്ഞ വരൂ പുത്ര വരൂ. അപ്പോൾ ഘടോത്കചൻ പറയാണ്, കല്യാണഃ ഖല്വത്ര ഭവാൻ, അങ്ങേക്കിവിടെ സുഖമാണോ? പിതാമഹമാഹ ഭഗവാൻ ചക്രായുധഃ. പിതാമഹമാഹ മുത്തച്ഛനോട് ഭഗവാൻ ചക്രായുധൻ ആരാണ്? കൃഷ്ണൻ. ഭഗവാൻ കൃഷ്ണൻ അങ്ങയോട് ഇപ്രകാരം പറഞ്ഞു. ധൃതരാഷ്ട്രഃ ആസനാതുത്ഥായ കിമാജ്ഞാപയതി ഭഗവാൻ നാരായണഃ. ഇരിപ്പിടത്തിൽ നിന്ന് എണീറ്റിട്ട്, ആസനാത് ഉത്ഥായ ഇരിക്കുന്നിടത്ത് നിന്ന് എണീറ്റിട്ട്, കിമാജ്ഞാപയതി ഭഗവാൻ നാരായണഃ എന്താണ് ഭഗവാൻ നാരായണൻ ആജ്ഞാപിച്ചത് എന്ന് ചോദിക്കുകയാണ്. അപ്പം ഘടോത്കചൻ ആസനസ്ഥേനൈവ ഭവതാ ശ്രോതവ്യോ ജനാർദ്ദനസ്യ സന്ദേശഃ. വേണ്ട എണീക്കണ്ട, ഇരുന്നു കൊണ്ട് തന്നെ ഭവതാ ശ്രോതവ്യോ നിങ്ങൾ കേൾക്കൂ, ജനാർദ്ദനസ്യ സന്ദേശഃ ജനാർദ്ദനന്റെ സന്ദേശം ഇരുന്നു കൊണ്ട് തന്നെ കേട്ടാലും. ഇവിടെ എന്തൊക്കെ പറയുന്നുണ്ട്? ചക്രായുധഃ, നാരായണഃ, ജനാർദ്ദനഃ, ഇതെല്ലാം കൃഷ്ണന്റെ മറ്റു പേരുകളാണ്. അപ്പം ധൃതരാഷ്ട്രര് ഉപവിശതി ഇരുന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, യഥാജ്ഞാപയതി ചക്രായുധഃ. പിന്നെ എന്താണ് ചക്രായുധൻ പറഞ്ഞത്, അല്ലെങ്കിൽ എന്താണ് ചക്രായുധൻ ആജ്ഞാപിച്ചത് എന്ന് പിന്നെയും ചോദിക്കുകയാണ്. അപ്പോൾ ഘടോത്കചൻ പറയാണ്, പിതാമഹ ശ്രൂയതാം, മുത്തശ്ശ കേട്ടാലും. ഏകപുത്ര വിനാശാത് അർജുനസ്യ താവത് ഈദൃശീ ദുരവസ്ഥ. ഒരൊറ്റ പുത്രൻ ഇല്ലാതായപ്പോൾ തന്നെ അർജുനന് ഇത്രയും ദുരവസ്ഥ ഉണ്ടെങ്കിൽ കാ പുനർഭവതോ ഭവിഷ്യതി, എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? എന്തായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നത്? തദക്ഷിപ്രമിതാനീം ആത്മബലാധാനം കുരുഷ്വ ഇതി. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മനസ്സിന് ആത്മധൈര്യം ഉണ്ടാക്കിക്കോളൂ എന്ന് ആര് പറഞ്ഞു? കൃഷ്ണൻ പറഞ്ഞു എന്ന് ഘടോത്കചൻ പറയാണ്. എന്താ അവിടെ അർത്ഥാക്കുന്നത്?
അർജുനൻ്റെ ഒരു പുത്രനാണ് ഇല്ലാതായത്. ധൃതരാഷ്ട്രക്ക് 100 പുത്രന്മാരുണ്ട്. അപ്പോൾ ഇവരെല്ലാവരെയും കൊന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്നാണ് കൃഷ്ണൻ അവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ ദുര്യോധനൻ ഹാസ്യമഭിധാനം. ദുര്യോധനൻ ചിരിച്ചിട്ട് കളിയാക്കാണ്, ഈ വാക്ക് കേട്ടിട്ട് കളിയാക്കാണ്. അപ്പോൾ ഘടോത്കചഃ ചക്രപാണിന പ്രേഷിതോ അഹം വക്താത്തും ഹസസി. ചക്രപാണി അയച്ച ഞാൻ പറയുമ്പോൾ നീ എന്താ ചിരിക്കണോ? ഭവതാപി ശ്രോതവ്യോ ജനാർദ്ദനസ്യ സന്ദേശഃ. നിനക്കും കൂടി കേൾക്കാനുള്ളതാണ് ജനാർദ്ദനൻ്റെ സന്ദേശം. ക്ഷത്രിയാണാം വിനാശഃ ഉപസ്ഥിതഃ ഇത്യവഗച്ഛ. ക്ഷത്രിയന്മാരുടെ വിനാശം ഇപ്പോൾ അടുത്ത് തന്നെ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിയാലും. നൃപതിശതവധേന ഭൂമേഹേ ലാഘവം ചാസ്തു. നൃപതിശതവധേന 100 രാജാക്കന്മാരെ വധിച്ചു കഴിഞ്ഞാൽ ഭൂമിക്ക് ലാഘവം ചാസ്തു ഭാരം കുറയും. പുത്രവിനാശാത് സമരമുഖേ ഗാണ്ഡീവാത് അസ്ത്രമുക്തി ഫൽഗുനസ്യ ന അധിഭാര ഇതി. പുത്രവിനാശം കൊണ്ട് സമരമുഖത്ത് നിൽക്കുന്ന അർജുനന് അർജുനഃ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജുനൻ്റെ മറ്റൊരു പേരാണ്. നേരത്തെ എന്താ പഠിച്ചത്? പാർത്ഥഃ ഫൽഗുനഃ. ഇത് രണ്ടും അർജുനൻ്റെ പര്യായ പദങ്ങളാണ്. അപ്പോൾ പുത്രവിനാശം കൊണ്ട് സമരമുഖത്തിൽ നിൽക്കുന്ന അർജുനന് ഈ ഗാണ്ഡീവം എടുത്തുയർത്തി അമ്പെയ്യാനായിട്ട് അധികം ഭാരമൊന്നും വേണ്ടി വരില്ല, ഭാരമൊന്നും ഇല്ല. അപ്പോൾ പുത്രൻ പോയി എന്ന് വിചാരിച്ചിട്ട് അർജുനൻ അമ്പെയ്യാതിരിക്കില്ല എന്നാണ് അതിനർത്ഥം. ഘടോത്കചഃ ശകുനിരേഷ വ്യവഹരതി. രേ ശകുനി ത്വം അക്ഷാൻ വിമുഞ്ച. ശകുനിരേഷ വ്യവഹരതി. ശകുനിയാണോ പറയുന്നത്? രേ ശകുനി, അല്ലയോ ശകുനി. ത്വം അക്ഷാൻ വിമുഞ്ച. നീ അക്ഷങ്ങളെ മോചിപ്പിച്ചാലും. അക്ഷം എന്നുദ്ദേശിക്കുന്നത് പകിടകളെ. നീ പകിടകളെ ഉപേക്ഷിച്ചാലും, പകിടകളെ മോചിപ്പിച്ചാലും. അതെന്താ പകിട എന്താന്ന് എല്ലാവർക്കും അറിയില്ലേ? നമ്മൾ ഈ ചതുരംഗ കളിയിലൊക്കെ ഉപയോഗിക്കുന്നതാണ് പകിടകൾ. സമരകർമ്മണി ബാണയോഗ്യം അഷ്ടാപദമേവ യുക്തമിതി ജാനീഹി. തത്ര ന പരതാരാഹരണം പണഃ പ്രാണായേവ പണഃ നാക്ഷൈരത്ര കേളിഹി ബാണൈരുഗ്രഫലൈഹി അവഗച്ഛ. സമരകർമ്മണി സമരം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബാണയോഗ്യം അഷ്ടാപദമേവ യുക്തമിതി ജാനീഹി. സമരം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ പറയുന്നത് ഒരു രീതിയാണ്, യുദ്ധം ചെയ്യുന്നതിൻ്റെ ഒരു രീതിയാണ് അവിടെ ബാണയോഗ്യം അഷ്ടാപദമേവ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നീ മനസ്സിലാക്കിയാലും. തത്ര ന പരധാരാഹരണം പണഃ. മറ്റൊരാളുടെ ഭാര്യയെ തട്ടിയെടുക്കലല്ല പന്തയം. പ്രാണ ഏവ പണഃ. ജീവനാണ് പന്തയം. അക്ഷയരത്ര കേളിഹി. പകിടകളിയല്ല, പകിടകൾ കൊണ്ടുള്ള കളിയല്ല. ബാണൈരുഗ്രഫലൈഹി. ബാണങ്ങളുടെ ഉഗ്രഫലമാണെന്ന് മനസ്സിലാക്കിയാലും. ദുശാസനഃ സകോപം. ഹേ ദീർഘാസ്ഥ ത്വം പ്രമാണലംഘിത്വാ രൂക്ഷം വദസി. യദി തേ മാതൃപക്ഷോ ഉഗ്രരൂപോ ദർപ്പശ്ചേത് വയമപി രാക്ഷസോഗ്രസ്വഭാവാഃ രൗദ്രാഃ ഭവാമഃ. അപ്പോൾ ദുശാസനൻ അവിടെ പറയാണ് സകോപം ദേഷ്യത്തോടെ പറയാണ്, ഹേ ദീർഘഹസ്ത. അവിടെ ദീർഘഹസ്ത എന്ന് സംബോധന ചെയ്തിട്ട്, നീളമുള്ള ഹസ്തം കൈയുള്ളവനെ എന്ന് സംബോധന ചെയ്തിട്ട് പറയാണ്, ത്വം പ്രമാണം ലംഘിത്വ. നീ പ്രമാണം ലംഘിച്ചിട്ട് രൂക്ഷമായി പറയാണ്. യദിത്തെ മാതൃപക്ഷ ഉഗ്രരൂപോ തർപ്പശ്ചേത്. നീയെ അമ്മയുടെ പക്ഷം, ഘടോത്കചന്റെ അമ്മ ആരാ? ഹിഡിംബി ഒരു രാക്ഷസിയാണല്ലോ. അപ്പോൾ ഇവർ പറയാണ്, നീ അമ്മയുടെ പക്ഷത്തുള്ള ആൾക്കാരെ മാതിരി ഞങ്ങളോട് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങളും രാക്ഷസ ഉഗ്ര സ്വഭാവാഹ രൗദ്രാഹ ഭവാമഹ. ഞങ്ങളും രാക്ഷസന്മാരെ പോലെ രൗദ്ര സ്വഭാവം കാണിക്കും. അപ്പോൾ ഘടോത്കചൻ പറയാണ്, ശാന്തം പാപം. നിർത്ത് പാപം. രാക്ഷസേഭ്യോ അഭി ഭവന്ത ഏവ ക്രൂരതമാഹ. രാക്ഷസന്മാർ പോലും നിങ്ങളുടെ അത്രയും ക്രൂരന്മാരല്ല. കുതഹ എന്തെന്നാൽ. ഇനി നമുക്ക് അവിടെ ഒരു ശ്ലോകമാണ് കൊടുത്തിരിക്കുന്നത്. നതു ജതുഗൃഹേ സുപ്താൻ ഭ്രാതൃൻ ദഹന്തി നിശാചരാഹ. ശിരസി ന തഥാ ഭ്രാതുഃ പത്നി സ്പൃശന്തി നിശാചരാഹ. നച്ച സുതവദം സംഘേ വൃത്തം സ്മരന്തി നിശാചരാഹ. വികൃതവപുഷോ അപ്യുഗ്രചാര ഘൃണാ നതു വർജിത. നതു ജതുഗൃഹേ സുപ്താൻ ഭ്രാതൃൻ ദഹന്തി നിശാചരാഹ. അരക്കല്ലത്തിൽ കിടന്നുറങ്ങുന്ന സഹോദരന്മാരെ രാക്ഷസന്മാർ ചുട്ടുചാമ്പലാക്കാറില്ല. നിശാചരാഹ രാക്ഷസന്മാർ. ശിരസി ന തഥാ ഭ്രാതുഃ പത്നി സ്പൃശന്തി നിശാചരാഹ. ശിരസി തലമുടി, തലയിലോ
തഥാ ഭ്രാതുഃ പത്നി സ്പൃശന്തി നിശാചരാः. സഹോദര ഭാര്യമാരുടെ തലമുടി രാക്ഷസന്മാർ അപ്രകാരം തൊടാറില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ സഹോദരന്മാരുടെ ഭാര്യമാരേനെ ശിരസിലോ ദേഹത്തോ ഒന്നും രാക്ഷസന്മാർ സ്പർശിക്കാറില്ല. നച്ച സുതവധം സംഖ്യേ വൃത്തം സ്മരന്തി നിശാചരാः. യുദ്ധക്കളത്തിൽ പുത്രനെ വധിക്കുന്ന കാര്യം രാക്ഷസന്മാർ ഓർക്കുക പോലും ഇല്ല. വികൃതവപുഷോ അപ്യുഗ്രചാര ഗൃണാനതു വർജിത. അവർ വികൃത ശരീരമുള്ളവരും ഉഗ്രകർമ്മം ചെയ്യുന്നവരുമാണെങ്കിലും നീചകർമ്മം ചെയ്യാറില്ല. ഇതുകൊണ്ടാണ് രാക്ഷസന്മാര് ഈ കാര്യങ്ങളെല്ലാം കൗരവര് ചെയ്തിട്ടുണ്ട്. കൗരവന്മാര് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കാരണമാണ് ഘടോത്കചൻ പറയുന്നത് രാക്ഷസന്മാര് നിങ്ങളുടെ അത്രയും ക്രൂരന്മാരല്ല എന്ന്. മനസ്സിലായോ? ദുര്യോധനഃ നത്വം യുദ്ധാർത്ഥമാഗതഃ ദൂതഃ ഖലു ഭവാൻ ഗൃഹീത്വാ ഗച്ഛ സന്ദേശം. യുദ്ധത്തിന് വേണ്ടിയല്ലല്ലോ നീ വന്നത്, ദൂതനായിട്ടല്ലേ. സന്ദേശം സ്വീകരിച്ചിട്ട് പൊയ്ക്കോളൂ. ഘടോത്കചഃ സക്രോധം കിം ദൂത ഇതി മാം പ്രദർശയസി അലം വോ വ്യവസായേന ജ്യാചേതാത് ദുർബലോ അഭിമന്യു ന അഹം. തിഷ്ടത്യേഷ ഘടോത്കചഃ ഉത്തിഷ്ഠതു പൂമാൻ കശ്ചിത് ഗന്തുമിച്ഛൻ യമാലയം. സക്രോധം കോപത്തോടെ കിം ദൂത ഇതി മാം പ്രദർശയസി, ദൂതൻ എന്ന് എന്നെ അധിക്ഷേപിക്കുന്നുവോ? അലം വോ വ്യവസായേന, നിങ്ങൾ ഒട്ടും മടിക്കേണ്ട. ജ്യാചേതാത് ദുർബലോ അഭിമന്യു നാഹം. ജ്യാചേതം ഞാണു പൊട്ടിപ്പോയ ദുർബലനായി തീർന്ന അഭിമന്യു അല്ല ഞാൻ. തിഷ്ടത്യേഷ ഘടോത്കചഃ, ഇവിടെ നിൽക്കുന്നത് ഘടോത്കചനാണ്. ഉത്തിഷ്ഠതു പൂമാൻ കശ്ചിത് ഗന്ധമിച്ഛൻ യമാലയം. യമഭവനത്തിലേക്ക് കാലന്റെ അടുത്തേക്ക് പോകുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ മദ്വചനാദവഗന്ധാ ഭവ, എന്റെ വാക്കുകൾ മനസ്സിലാക്കൂ ഭവാൻ. ഘടോത്കചഃ ന ശക്നോമി രോഷം ധാരയിതും, എന്റെ ദേഷ്യം അടക്കാൻ സാധിക്കുന്നില്ല. തഥാപി പിതാമഹവചനാത് ദൂതം ഏവാസ്മി, എന്നാലും മുത്തശ്ശന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് ദൂതൻ മാത്രമാവുന്നു ഞാൻ. കിമിതി വിജ്ഞാപ്യസ്തത്ര ഭവാൻ നാരായണഃ, ഞാൻ ഭഗവാൻ നാരായണനോട് എന്താണ് അറിയിക്കേണ്ടത്? ദുര്യോധനഃ മദ്വചനാദേവം സ വക്തവ്യഃ, ഈ വാക്കുകൾ എന്റെ വാക്കുകൾ അവിടെ പോയി പറയൂ. വ്യർത്ഥം കിം ബഹുഭാഷസേ, എന്തിനാണ് വ്യർത്ഥം വെറുതെ എന്തിനാണ് കുറെ പറയുന്നത്? ത്വം പാണ്ഡവേഹി സഹാതിഷ്ഠ, നീ പാണ്ഡവന്മാരുടെ കൂടെ നിന്നോളൂ. തേ പ്രതിവചഃ യുദ്ധേ സായകർദാസ്യാമി ഇതി, അവര് ഇതിനുള്ള മറുപടി യുദ്ധത്തില് അമ്പുകൾ കൊണ്ട് അല്ലെങ്കിൽ ശരങ്ങൾ കൊണ്ട് അങ്ങേക്ക് മറുപടി തന്നുകൊള്ളാം എന്ന്. ദുര്യോധനൻ ഘടോത്കചന്റെ അടുത്ത് ശ്രീകൃഷ്ണന്റെ അടുത്ത് ഇങ്ങനെ പോയി പറയൂ എന്ന് പറയുന്നു. അപ്പോ ഘടോത്കചഃ പിതാമഹ ഏഷ ഗച്ഛാമി, പിതാമഹ ഞാൻ പോകുന്നു. ധൃതരാഷ്ട്രഃ ഗച്ഛ ഗച്ഛ വത്സ, കുഞ്ഞെ പൊയ്ക്കോളൂ. അപ്പം ഇത്രയാണ് നമ്മുടെ ഘടോത്കചന്റെ സന്ദേശവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ധീരോദൂതഃ എന്ന് പറയുന്ന പാഠത്തിൽ വരുന്ന ഭാഗം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ധന്യവാദः.